ഭഗവതേ വാസുദേവായ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നാരായണീയത്തിലെ 18-ാം ദശകം ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ ശ്ലോകം, 18-ാം ദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകം. ജാതസ്യ ധ്രുവകുലയേവ തുംഗകീർത്തേഃ അംഗസ്യ വ്യജനി സുദസ്സ വേനനാമ യദ്ദോഷവ്യതിതമതിസ്സ രാജവല്യഃ ത്വത്പാദേ നിഹിതമനാ വനം ഗതോഭൂത്. ധ്രുവകുലേ ഏവ ജാതസ്യ തുംഗകീർത്തേഃ അംഗസ്യ വേനനാമാ സുതഃ വ്യജനി. ഇതുവരെ നമ്മൾ ധ്രുവന്റെ ചരിതമാണ് കേട്ടത്. ആ ധ്രുവന്റെ കുലത്തിൽ തന്നെ ജനിച്ച തുംഗകീർത്തിയായ, കീർത്തിയിൽ ഏറ്റവും പ്രസിദ്ധനായ അംഗന് വേനൻ എന്നൊരു മകൻ ജനിച്ചു. യത് ദോഷവ്യതിതമതി, ഏതൊരുവന്റെ ദോഷത്താൽ വ്യതിതമായ മനസ്സുള്ളവനായി, സ രാജവല്യ, ആ രാജശ്രേഷ്ഠൻ, ത്വത്പാദേ നിഹിതമനാഹ, നിന്തിരുവടിയുടെ പാദങ്ങളിൽ അർപ്പിതമായ മനസ്സോടുകൂടി വനം ഗതഃ അഭൂത്. പരമ ഭാഗവതനായ ധ്രുവന്റെ കുലത്തിൽ പെട്ടവർ ഭക്തന്മാരും ധർമ്മനിരതന്മാരുമായിരുന്നു. ആ വംശത്തിൽ ജനിച്ച അതികീർത്തിമാനായ അംഗന് വേനൻ എന്നു പേരുള്ള ഒരു മകനുണ്ടായി. അവൻ മഹാദുഷ്ടനായി വളർന്നു. അവന് പ്രായപൂർത്തിയായപ്പോൾ ഈ മകൻ്റെ ദുർനടപടികളിൽ മനം നൊന്ത അംഗൻ ഭഗവത് പാദങ്ങൾ മാത്രം ശരണമെന്നു കരുതി രാജ്യം ഉപേക്ഷിച്ച് വാനപ്രസ്ഥം സ്വീകരിച്ച് കാട്ടിലേക്ക് പോയി. അപ്പോൾ അംഗന്റെ മകനായ വേനന്റെ കഥയാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഏറ്റവും കീർത്തിയിൽ ഏറ്റവും പരമോന്നതനായിട്ടുള്ള അംഗന് ജനിച്ച പുത്രൻ വളരെ ദുഷ്കർമ്മിയായിരുന്നു വേനൻ. അദ്ദേഹത്തിൻ്റെ ആ വേനൻ്റെ കഥയാണ് അടുത്ത ശ്ലോകങ്ങളിലെല്ലാം പറയുന്നത്. ജാതസ്യ ധ്രുവകുലയേവ തുംഗകീർത്തേഃ അംഗസ്യ വ്യജനി സുദസ്സ വേനനാമാ യദ്ദോഷവ്യതിതമതി സ രാജവല്യഃ ത്വത്പാദേ നിഹിതമനാ വനം ഗതോഭൂത്. 18-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകം. പാപോഭി ക്ഷിതിദലപാലനായ വേനക പൗരാദ്യൈരുപനിഹിത കഠോരവീര്യഃ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാന്യം നിരൗസീത്. പാപഃ അഭി, പാപിയാണെങ്കിലും കഠോരവീര്യഃ, അസഖ്യമായ വീര്യമുള്ളവനായിരുന്നു വേനൻ. അങ്ങനെയുള്ള വേനനെ പൗരാഭ്യൈ ക്ഷിതിതലപാലനായ ഉപനിഹിതഃ,
പൗരന്മാരാൽ ക്ഷിതിതല പാലനായ രാജ്യഭരണത്തിനായി നിയോഗിച്ചു. സർവേഭ്യ എല്ലാവരോടും നിജബലമേവ സംപ്രശംസന് തൻ്റെ ബലത്തെ മാത്രം പ്രശംസിച്ചുകൊണ്ട്, അതായത് ആത്മപ്രശംസ നടത്തിക്കൊണ്ട്, അയം ഇവൻ ഭൂചക്രേ ഭൂമണ്ഡലത്തിൽ തവ യജനാനി നിന്തിരുവടിയെക്കുറിച്ചുള്ള യജ്ഞങ്ങളെ നിരോധിച്ചു. അതായത് ഈ വേനൻ ജനിച്ചപ്പോൾ ദുഷ്ടനായിട്ടാണല്ലോ വളരുന്നത്. മകൻ്റെ ദുരാചാരങ്ങളിൽ മനം നൊന്ത അച്ഛനായിട്ടുള്ള അങ്കൻ വാനപ്രസ്ഥം സ്വീകരിച്ച് നാട് വിട്ടുപോയി. രാജ്യത്ത് രാജാവില്ലാതായി തീർന്നു. ഇവൻ പാപിയാണെങ്കിലും കഠോര വീര്യനായിരുന്നു. അങ്ങനെയുള്ള വേനനെ രാജ്യത്തിലെ പൗരന്മാരെല്ലാവരും കൂടി രാജാവായി വാഴിച്ചു. അതായത് ഒരു രാജ്യത്ത് രാജാവ് ഉണ്ടാവാതിരിക്കുന്നത് വളരെ ദുഃഖകരമാണ്. ഒരാൾ വേണം, ഒരു നാഥൻ വേണം. അപ്പം അങ്ങനെ ഇവൻ ദുഷ്ടനാണെങ്കിലും മഹാബലശാലിയാണ്. അപ്പം അതുകൊണ്ട് വേനനെ രാജാവായി വാഴിച്ചു പൗരന്മാരെല്ലാം കൂടെ. പക്ഷെ രാജസ്ഥാനം കിട്ടിയപ്പോൾ വേനൻ എന്താ ചെയ്തത്? തൻ്റെ കഠോര ബലത്തെക്കുറിച്ച് അവനറിയാം. ആ ബലത്തെക്കുറിച്ച് ആത്മപ്രശംസ നടത്താൻ തുടങ്ങി. അതായത് താനാണ് ഏറ്റവും ബലവാൻ, ഭഗവാനൊന്നുമല്ല, നിങ്ങളെല്ലാവരും എന്നെ ഭജിക്കുക എന്നങ്ങട് വീമ്പിളക്കാൻ തുടങ്ങി. എല്ലാ പൂജകളും ആരാധനയും എല്ലാം തന്നെക്കുറിച്ച് മാത്രം മതി. അതുകൊണ്ട് ഭഗവാനെക്കുറിച്ചുള്ള പൂജയും ആരാധനയും യാഗങ്ങളും എല്ലാം തന്നെ നിരോധിച്ചു. അങ്ങനെയാണ് ഉണ്ടായത്. അതായത് ഒരു പാപിഷ്ഠനായ രാജാവ്. പാപോഭിക്ഷിരിതലപാലനായ വേന പൗരാത്യൈരുപനിഹിത കഠോരവീര്യഃ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാന്യയം നിരൗസീത്. പതിനെട്ടാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകമാണ്. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖ്യേ മത്തോന്യോ ഭുവനപതിർന്ന കശ്ചനേതി ത്വന്നിന്ദാവജനപരോ മുനീശ്വരൈസ്തൈഃ ശാപാഗ്നൗ ശലഭദശാമനായി വേനഃ. ഈ ദുഷ്ടതരം കൊണ്ടുള്ള ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ അതിൻ്റെ ഫലം ആണ് ഇതിൽ വിവരിക്കുന്നത്. അതായത് ഈ ഇങ്ങനെ ഭഗവാനെ കുറിച്ചുള്ള യാഗങ്ങളും പൂജകളും ഒക്കെ മുടക്കുക എന്ന് പറഞ്ഞാൽ വലിയ മോശമായിട്ടുള്ള കാര്യമല്ലേ. അപ്പം അതുകൊണ്ട് അതൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഹിതകഥനായ താപസൗഖ്യേ സംപ്രാപ്തേ സതി. അപ്പം അതെല്ലാം ഒന്നും നല്ലത് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് താപസന്മാർ, ഋഷിമാരൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ മത്തഃ അന്യഃ ഭുവനപതി കശ്ചന, എന്നിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള ഒരു ഭൂലോകപതി ഇല്ല, അതായത് ഞാൻ തന്നെയാണ് ഈ ലോകത്തിൻ്റെ നാഥൻ എന്ന് ത്വന്നിന്ദാവചനപരഃ നിന്തിരുവടിയെ നിന്ദിക്കുന്ന തരത്തിലുള്ള വാക്കുകളൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള വേനൻ തൈഹി മുനീശ്വരൈഹി, ആ മുനീശ്വരന്മാരാൽ ശാപാഗ്നൗ ശലഭദശാം അനായി. മുനീശ്വരന്മാർ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ശപിക്കൂലേ, അവരുടെ ശാപത്തിൽ ഒരു ശലഭം കണക്ക് ഭസ്മമായി തീർന്നു വേനൻ. ഹിതം ഉപദേശിക്കാനായിട്ട്, നല്ലത് ഉപദേശിക്കാനായി താപസ സമൂഹം വന്നെത്തിയപ്പോൾ
എന്താണ് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ, ഞാനാണ് ഈശ്വരൻ, ഈ ലോകത്തിൻ്റെ പതി ഞാൻ തന്നെയാണ്, വേറെ ഭഗവാനില്ല എന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ അത് നിന്തിരുവടിയെ നിന്ദിക്കലാവും അല്ലേ? അത് മുനീശ്വരന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം എന്താ ഉണ്ടായത്? ഈശ്വര നിന്ദ കേട്ട് കോപിച്ച മഹർഷിമാർ, അവർക്കും കോപം വന്നു. തീയിൽ പതിച്ച ശലഭം കണക്ക് അവരുടെ കോപാഗ്നിയിൽ വേനൻ ഭസ്മമായി തീർന്നു. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ മത്തോന്യോ ഭുവനപതിർന്ന കശ്ചനേതി ത്വന്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈഃ ശാപാഗ്നൗ ശലപദശാമനായി വേനഃ. നാലാമത്തെ ശ്ലോകം. തന്നാശാ ഖലജനഭീരുകൈർമുനീന്ദ്രൈ തന്മാത്രാ ചിരപരി രക്ഷിതേ തദംഗേ തിക്താഖേ പരിമഥിതാദധോരുദണ്ഡാത് ദോർദണ്ഡേ പരിമഥിതേ ത്വമാവിരാസീഃ. വേനൻ ദുഷ്ടനാണെങ്കിലും ശക്തനായ രാജാവായിരുന്നു. അത് പറയാതിരിക്കാൻ കഴിയില്ല. അയാൾ ഭരിച്ചിരുന്നപ്പോൾ കള്ളന്മാരും കൊള്ളക്കാരും അന്യരെ ഉപദ്രവിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. വേനൻ മരിച്ചതോടെ രാജ്യം അനാഥമായി. കള്ളന്മാരും കൊള്ളക്കാരും വീണ്ടും ജനദ്രോഹം ആരംഭിച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? രാജാവും ഇല്ല. ഈ ദുസ്ഥിതിക്ക് ഒരു പോംവഴി കണ്ടെത്താനായി വീണ്ടും മുനിമാർ ശ്രമിച്ചു. മുനിമാരുടെ ഹുങ്കാരം കൊണ്ട് മരിച്ച വേനന്റെ ശരീരം പാവം അയാളുടെ അമ്മ സുനീത തൻ്റെ യോഗശക്തി കൊണ്ട് ആ ശവശരീരം കേടുവരാതെ സൂക്ഷിച്ചിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ മുനിമാർ ആ ശവശരീരത്തിൻ്റെ തുടഭാഗം കടഞ്ഞെടുത്തു. അതിൽ നിന്ന് കറുത്ത് മെലിഞ്ഞ ഒരു പുരുഷനുണ്ടായി. മുനിമാർ അവനെ നിഷാദൻ എന്ന് വിളിച്ചു. നിഷാദൻ അല്ലേ, കാട്ടാളൻ. അവൻ്റെ സന്തതി പരമ്പരകൾ നിഷാദന്മാരായിത്തീർന്നു. വനചരന്മാരായി അവർ കാട്ടിൽ വളർന്നു വന്നു. അതാണത്രേ വേനന്റെ ശരീരത്തിലെ പാപാംശം. അപ്പോൾ ആ പാപാംശം അങ്ങനെ നിഷാദ രൂപത്തിൽ പുറത്തു പോയപ്പോൾ ആ ശരീരം പരിശുദ്ധമായി. വീണ്ടും ഈ മുനിമാർ അവൻ്റെ ശരീരത്തിലെ ദോർദണ്ഡം അഥവാ കൈ കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ആരുണ്ടായത്? നിന്തിരുവടി തന്നെ അവതരിച്ചു. പൃഥു രാജാവിൻ്റെ രൂപത്തിൽ. പൃഥു രാജാവ് തൻ്റെ തന്നെ അംശമാണ്. അങ്ങനെ വേനൻ്റെ ശവശരീരത്തിൽ നിന്ന് ഉണ്ടായി കൈ കടഞ്ഞപ്പോൾ ഉണ്ടായതാണ് തൻ്റെ തന്നെ അംശമായ പൃഥു മഹാരാജാവ്. തന്നാശാത് ഖലജനഭീരുകൈർ മുനീന്ദ്രൈർ തന്മാത്രാ ചിരരക്ഷിതേ ചിരപരിരക്ഷിതേ തദംഗേ തിക്താഖേ പരിമഥിതാദോരുദണ്ഡാത് ദോർദണ്ഡേ പരിമഥിതേ ത്വമാവിരാസീഃ. 18ാം ദശകത്തിലെ 5ാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്.
വിഖ്യാത പൃഥുരിതി താപസോപദിഷ്ടൈഃ സൂതാദ്യൈ പരിണുതഭാമി ഭൂരിവീര്യഃ വേനാർത്യാ കബളിത സമ്പദം ദരിത്രീമാക്രാന്താം നിജധനുഷാ സമാമഃ കാർഷീഃ. പൃഥു ഇതി വിഖ്യാതഃ ത്വം. അപ്പോൾ വേനൻ്റെ കൈ കടഞ്ഞ് തൻ്റെ തന്നെ അംശമായ പൃഥു രാജാവ് ഉണ്ടായി എന്ന് പറഞ്ഞു. അദ്ദേഹം താപസോപദിഷ്ടൈഹി സൂതാദ്യൈഹി, താപസന്മാരാൽ ഉപദേശിക്കപ്പെട്ടവരായ സൂതൻ തുടങ്ങിയവരാൽ പരിണുത ഭാവി ഭൂരിവീര്യ, സ്തുതിക്കപ്പെട്ട ഭാവി വീര്യത്തോടു കൂടിയവനായി, വേനാർത്യ, വേനൻ വരുത്തിവെച്ച പിഴയാൽ, കബളിത സമ്പദം, ഉള്ളിലാക്കപ്പെട്ട സമ്പത്തോടുകൂടിയ, ധരിത്രിയും, ഭൂമിയെ, ആക്രാന്താം, ആക്രമിക്കപ്പെട്ടവളായി ആക്കി, നിജ ധനുഷ സമാം ആകാശീഹി, തൻ്റെ വില്ലുകൊണ്ട് സമയാക്കി ചെയ്തു, നിരപ്പുള്ളതാക്കി ചെയ്തു. ഭൂമി അങ്ങോട്ട് അടിച്ചു നിരത്തി. അതായത് ഇവിടെ പറയുന്നത് പൃഥു എന്ന് മഹർഷിമാർ വിഷ്ണുവിൻ്റെ അവതാരമായ പുരുഷന് പേര് നൽകി. ആ പേര് വളരെ പ്രസിദ്ധമായി. പൃഥു ഭാവിയിൽ ചെയ്യാൻ പോകുന്ന മഹാകാര്യങ്ങൾ മഹർഷിമാരിൽ നിന്നും കേട്ടറിഞ്ഞ സുതമാഗധാദികളായ മാഗധാദികളായ വന്ദികൾ അക്കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന സ്തോത്രങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. ഈ വേനൻ്റെ കാലത്ത് ഉണ്ടായ ആർത്തി കൊണ്ട് ഭൂമി ദേവി എന്ത് ചെയ്തു? സകല സമ്പത്തുക്കളെയും ഉള്ളിലൊതുക്കി കളഞ്ഞു. അല്ലെങ്കിൽ വേനൽ എല്ലാം നശിപ്പിക്കും. അതായത് സമ്പത്തുക്കളെ ഭൂമി കബളമാക്കി വിഴുങ്ങി എന്ന് ആലങ്കാരികമായി പറയാം. അപ്പോൾ ഇനി ജനങ്ങൾക്ക് സമ്പത്ത് വേണ്ടേ? പൃഥു ഭൂമിയോട് സമ്പത്തുക്കൾ ജനങ്ങൾക്ക് അനുഭവിക്കാൻ തക്കവണ്ണം വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഭൂമിദേവി അതനുസരിച്ചില്ല. അപ്പം എന്താ? രാജാവിന് ദേഷ്യം വന്നു. രാജാവ് തൻ്റെ വില്ലുകൊണ്ട് ഭൂമിയുടെ കുന്നും മലയും എല്ലാം തട്ടി നിരത്തി ഭൂമിയെ നിരപ്പാക്കി. ഭാഗവതത്തിൽ ഭൂമി ഗോരൂപം ധരിച്ച് ഓടിക്കളഞ്ഞുവെന്നും ചാപബാണങ്ങൾ ധരിച്ച പൃഥു ചക്രവർത്തി ഭൂമിയെ പോയിടത്തെല്ലാം പിന്തുടർന്നുവെന്നും ഒളിക്കാൻ ഇടമില്ലാതെ പരവശയായ ഭൂമി സമ്പത്തുകൾ കറന്നെടുക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചുവെന്നും ഭാഗവതത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഭൂമിയുടെ ഇടപാട് നടന്നില്ല. കാരണം വേനൻ്റെ കാലത്തൊക്കെ ഒളിപ്പിച്ച് വെച്ച സമ്പത്തുക്കൾ മുഴുവനും ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാനായിട്ടാണ് പൃഥു ചക്രവർത്തി പറയുന്നത്, പൃഥുരാജാവ് പറയുന്നത്. അപ്പം അത് അനുസരിക്കേ ഭൂമിക്ക് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. വിഖ്യാത പൃഥുരിതി താപസോപദിഷ്ടൈഃ സൂതാദ്യൈ പരിണുത ഭാവി ഭൂരിവീര്യഃ വേനാർത്യാ കബളിത സമ്പദം ദരിത്രീമാക്രാന്താം നിജധനുഷ സമാമകാർഷീഃ. അടുത്തത് 6ാമത്തെ ശ്ലോകമാണ്. ഭൂയസ്താം നിജകുലമുഖ്യവത്സയുക്തിർ ദേവാദ്യൈ സമുചിത ചാരുഭാജനേഷു അന്നാദീന്യഭിലഷിതാനി യാനി
താനേ സ്വച്ഛന്തം സുരഭിതനും അദുദുഹസ്ത്വാം ത്വം. ഭൂയഃ സുരഭിതനും താം നിജകുല മുഖ്യ വത്സയുക്തൈഃ ദേവാദ്യൈഃ സമുചിത ചാരുഭാജനേഷു അന്നാദീനി യാനി അഭിലഷിതാനി താനി സ്വച്ഛന്തം ത്വം അദുദുഹഃ. അതായത് പൃഥുചക്രവർത്തിയിൽ നിന്നും രക്ഷപ്പെടാനായി ഗോരൂപം ധരിച്ച് ഭൂമിദേവി ഓടിയെങ്കിലും പരാജിതയായി. താൻ കബളീകരിച്ച് ഉള്ളിലൊതുക്കിയ സമ്പത്തുക്കൾ വിട്ടുകൊടുക്കാൻ ഭൂമിദേവി സമ്മതിച്ചു. നമുക്കറിയാം, പശു പാല് ചുരത്തണമെങ്കിൽ കന്നുകുട്ടിയെ കൊണ്ട് ആദ്യം കുടിപ്പിക്കണം, അല്ലേ? കുട്ടി ആദ്യം കുടിക്കണം. ഈ ഭൂമി ഇപ്പം ഏത് രൂപത്തിലായിരിക്കുന്നത്? ഗോരൂപത്തിലാണ്. കാമധേനുവായി രൂപം പൂണ്ട ഭൂമിദേവി നമുക്കറിയാം സർവപ്രപഞ്ചത്തിൻ്റെയും മാതാവാണ്. ഓരോ കൂട്ടരും തങ്ങളുടെ കുലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുലമുഖ്യനെ വത്സമാക്കി തങ്ങൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിന് അനുയോജ്യമായ പാത്രവുമായി ഭൂമിദേവിയുടെ അകിട്ടിൽ നിന്ന് തങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുക്കൾ ഇഷ്ടം പോലെ കറന്നെടുത്തു. ഭാഗവതത്തിൽ ഇതെല്ലാം വളരെ വിശദമായി പറയുന്നുണ്ട്. ആദ്യമായി കറന്നത് പൃഥുവായി രൂപം ധരിച്ച വിഷ്ണു ഭഗവാൻ തന്നെയായിരുന്നു. ഭഗവാൻ സ്വയംഭുവ മനുവിനെ വത്സമാക്കി തൻ്റെ കയ്യാകുന്ന പാത്രത്തിൽ സകല ഔഷധികളെയും ലോകഹിതത്തിനായി കറന്നെടുത്തു. അതുപോലെ ഇന്ദ്രനെ വത്സമാക്കി ദേവന്മാർ സ്വർണപാത്രത്തിൽ സോമത്തെ, അമൃതത്തെ കറന്നെടുത്തു. അതുപോലെ ഓരോരുത്തരും ഇങ്ങനെ എല്ലാവരുടെയും കാമങ്ങൾ, ആഗ്രഹങ്ങൾ ഭൂമാതാവിൽ നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞാണ് പൃഥു ചക്രവർത്തി തൻ്റെ വില്ലിൻ്റെ മുന കൊണ്ട് ഗിരികൂടങ്ങളെ പൊടിച്ച് ഭൂമിയെ നിരപ്പാക്കിയത് എന്ന് ഭാഗവതത്തിൽ പറയുന്നു. ഭൂയസ്താം നിജകുലമുഖ്യ വത്സയുക്തേ ദേവാദ്യൈ സമുചിത ചാരു ഭാജനേഷു അന്നാദീന്യവിലഷിതാനി യാനി താനി സ്വച്ഛന്തം സുരഭി തനുമദൂദുഹസ്ത്വം. ഇന്ന് 18ാം ദശകത്തിലെ 7ാമത്തെ ശ്ലോകം. ആത്മാനം യജതി മഖൈസ്ത്വയിത്രിധാമ ആരബ്ധേ ശതതമവാജി മേധയാഗേ സ്പർദ്ധാലു ശതമഖ ഏത്യനീജവേഷോ ഹൃത്വാശ്വം തവ തനയാത് പരാജിതോ ഭൂത്. ഹേ ത്രിധാമൻ, അല്ലയോ 3 ധാമങ്ങളോട് കൂടിയവനെ ഭഗവാനെ, തൊയ് നിന്തിരുവടി മഖൈഹി ആത്മാനം യജതി സതി, തന്നെ യാഗങ്ങളാൽ യജിക്കുന്നവനായിരിക്കെ ശതതമവാജി മേധയാകെ ആരബ്ധേ, അദ്ദേഹം 99 യാഗങ്ങൾ ചെയ്തു. 100ാമത്തെ അശ്വമേധയാഗം ആരംഭിച്ചപ്പോൾ സ്പർദ്ധാലുഹു ശതമഖ, അസൂയാലുവായ ഇന്ദ്രൻ നീചവേഷം ധരിച്ച് അശ്വം ഹൃത്വ, ആ അശ്വമേധയാഗത്തിന് ഒരു അശ്വം ഉണ്ടാവുമല്ലോ, കുതിര, അത് അപഹരിച്ചുകൊണ്ട് പോയി. പക്ഷേ നിന്തിരുവടിയുടെ മകനാൽ ഇന്ദ്രൻ പരാജിതനായി ഭവിച്ചു. നിന്തിരുവടി യാഗങ്ങളാൽ തന്നെ യജിക്കുന്നവനാണ്, അല്ലേ?
അതായത് ഈശ്വരാവതാര രൂപിയായ അവിടത്തേക്ക് ആരാധ്യനായി ആരുമില്ലെങ്കിലും ലോക നന്മയ്ക്കായിട്ടാണ് അവിടുന്ന്, അതായത് പൃഥു ചക്രവർത്തി യാഗം തുടങ്ങിയത്. 100ാമത്തെ അശ്വമേധം തുടങ്ങിയപ്പോൾ ശതമഖനായ, അതായത് 100 യാഗം ചെയ്തു കഴിഞ്ഞാൽ ആ രാജാവ് ഇന്ദ്രനാവും എന്നാണ് വെപ്പ്. അപ്പോൾ ഇപ്പോൾ ആൾറെഡി ഉള്ള ദേവേന്ദ്രന് വളരെ കോപമൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിന് സഹിച്ചില്ല. എനിക്ക് മുകളിൽ വേറെ ആരെങ്കിലും വരുമോ എന്ന് പേടിയായി. കണ്ടോ, 100 യാഗം നടത്തിയാൽ പൃഥു ചക്രവർത്തി ശതമഖനാകും. അതോടെ അദ്ദേഹം പദവിക്ക് അർഹനാവുകയും ചെയ്യും. അതിനാൽ ഇപ്പോഴുള്ള ഇന്ദ്രന് അസൂയാലുവാണല്ലോ. യാഗം മുടക്കാൻ തീരുമാനിച്ചു. നീചമായ പാകണ്ഡ രൂപം ധരിച്ച് ഇന്ദ്രൻ ആകാശത്തെ അപഹരിച്ചു. പക്ഷേ മഹാരഥനായ പൃഥുവിൻ്റെ മകൻ ഇന്ദ്രനെ പരാജയപ്പെടുത്തി അശ്വത്തെ വീണ്ടെടുത്തു. അങ്ങനെ വീണ്ടെടുത്തത് കൊണ്ട് ആ മകന്, ആ കുമാരന് വിജിതാശ്വൻ എന്ന് പേര് വീണു, പ്രസിദ്ധനായി തീർന്നു. വിജിതാശ്വൻ, അശ്വത്തെ വീണ്ടെടുത്തവൻ. ആത്മാനം യജതി മഖൈസ്ത്വയിത്രിതാമന്നാരബ്ധേ ശതതമവാജിമേധ യാഗേ സ്പർദ്ധാലു ശതമഖ ഏത്യനീജമേഷോ ഹൃത്വാശ്വം തവ തനയാത് പരാജിതോ ഭൂത്. ഇന്ന് 8ാമത്തെ ശ്ലോകമാണ്. ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം വന്നൗ തം മുനിവര മണ്ഡലേ ജുഹൂഷൗ രുന്ധാനേ കമലഭവേ ക്രതോ സമാപ്തൗ സാക്ഷാത്വം മധുരിപുമൈക്ഷത സ്വയം സ്വം. ഇങ്ങനെ കൂടെ ആകാശത്തെ അപഹരിക്കുന്നവനായ ഇന്ദ്രനെ മുനിമണ്ഡലം അഗ്നിയിൽ ഹോമിക്കാൻ തീരുമാനിച്ചപ്പോൾ ബ്രഹ്മാവ് അവരെ തടഞ്ഞു. യാഗത്തിൻ്റെ സമാപ്തിയിൽ നിന്ദ്രവഴി തന്നെത്താനെ തൻ്റെ സ്വന്തം രൂപമായ മധുരിപുവിനെ സാക്ഷാത്തായി കണ്ടു. അതായത് ഒരു പ്രാവശ്യം പരാജയപ്പെട്ടുവെങ്കിലും ഇന്ദ്രൻ വെറുതെ ഇരുന്നില്ല. പല വേഷത്തിൽ പല തവണ ഈ ആകാശത്തെ അപഹരിച്ചു. അപ്പം ഇത് കണ്ട് കോപിച്ച പൃഥു, തീർച്ചയായിട്ടും കോപം ഉണ്ടാവുമല്ലോ, ഇന്ദ്രനെ വധിക്കാനായി വില്ല് കയ്യിലെടുത്തു. യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് രാജാവ് എന്തായാലും വില്ലെടുക്കുന്നത് ശരിയല്ല എന്ന് രാജാവ് വധിക്കാനും പാടില്ല, അത് ശരിയല്ലല്ലോ. അപ്പോൾ മഹർഷിമാർ അദ്ദേഹത്തെ തടഞ്ഞു. യാഗവിഘ്നം വരുത്തുന്ന ഇന്ദ്രനെ യാഗാഗ്നിയിൽ ഹോമിക്കാൻ മഹർഷിമാർ ഒരുങ്ങി. എന്നാൽ പിന്നെ രാജാവ് വേണ്ട, ഞങ്ങൾ തന്നെ യാഗാഗ്നിയിൽ ഹോമിക്കാം എന്ന് തുടങ്ങുകയാണ്. അതിനായി തുടങ്ങി. പക്ഷേ അതും ചെയ്യാൻ പാടില്ല. അപ്പോൾ ബ്രഹ്മാവ് ഓടി അവിടെ എത്തി അവരെ അതിൽ നിന്നും വിലക്കി. ഇവിടെ സത്യം പറഞ്ഞാൽ പൃഥു ചക്രവർത്തി ഈ ഭഗവാൻ തന്നെയാണ്, അംശമാണ്. ഈ യാഗം കൊണ്ട് അദ്ദേഹത്തിനൊന്നും നേടാനില്ല. ജനങ്ങളുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെയ്തത്. 99 യാഗം നടത്തിയത് മതി. ബ്രഹ്മദേവൻ്റെ ഉപദേശം മാനിച്ച് ചക്രവർത്തി മതി എന്ന് തീരുമാനിച്ചു. യാഗം സമാപിപ്പിച്ചു. യാഗസമാപ്തിയിൽ മധുവൈരിയായ മഹാവിഷ്ണു പൃഥു ചക്രവർത്തിയുടെ മുന്നിൽ പ്രത്യക്ഷനായി. സ്വയം അതായത് പൃഥു ചക്രവർത്തി തന്നെ ഭഗവാന്റെ അംശമാണ്. ആ ഭഗവാൻ തന്നെ ആയിട്ടുള്ള പൃഥു ഭഗവാനെ തന്നെ നേരിട്ട് കണ്ടു
എന്തൊരു മഹത്തായ ഒരു കാര്യമാണ് അവിടെ നടന്നത് അല്ലേ. ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം വന്നൗതം മുനി വരമണ്ഡലേ ജുഹൂഷോ രുന്ധാനേ കമലഭവേ ക്രതോ സമാപ്തൗ സാക്ഷാത്തും മധുരിപുമൈക്ഷത സ്വയം സ്വം. ഒമ്പതാമത്തെ ശ്ലോകമാണ് ഇന്ന്. തദ്ദത്തം പരമുപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിതപദ കദാപി ദേവഃ സത്രസ്തം മുനിനിവഹം ഹിതാനി ശംസന് ഐക്ഷിഷ്ട സനകമുഖാൻ മുനീൻ പുരസ്താത്. അല്ലയോ ദേവ, തദ്ദത്തം ഏകാം ഭക്തി, മഹാവിഷ്ണുവിനാൽ ദത്തമായ ഭക്തി ഒന്നു മാത്രം ആയ വരത്തെ ലഭിച്ചിട്ട് ഗംഗാന്തേ വിഹിതപദ, അദ്ദേഹം അവിടെ നിന്ന് പിന്നെ പോയി ഗംഗാതീരത്ത് സ്ഥാനം ഉറപ്പിച്ചവനായി. കദാപി, ഒരിക്കൽ സത്രസ്ഥം മുനിനിവഹം, സത്രം നടത്തുന്നവരായ മുനിസംഘത്തോട് ഹിതാനി ശംസന്, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുകയായിരുന്നു. അങ്ങനെ ഉള്ള സമയത്ത് പുരസ്താദ്, മുന്നിൽ സനകമുഖാൻ മുനീൻ ഐക്ഷിഷ്ടാഹ, സനകൻ തുടങ്ങിയ മുനിമാരെയും അദ്ദേഹം കണ്ടു. മഹാവിഷ്ണു പൃഥുവിനോട് ചോദിച്ചു, നിനക്ക് എന്തിഷ്ടമുള്ള വരം, ഏതിഷ്ടമുള്ള വരവും ആവശ്യപ്പെടാൻ പറഞ്ഞു. ചക്രവർത്തി എന്താ പറഞ്ഞത്? തനിക്ക് ഭഗവാനോടുള്ള ഏകഭക്തി മാത്രം മതി. അത് ഭഗവാൻ സന്തോഷപൂർവ്വം പൃഥുവിന് നൽകി. ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച പൃഥു ചക്രവർത്തി പിന്നീട് ഗംഗാതീരത്ത്, ഗംഗയുടെയും യമുനയുടെയും ഇടയ്ക്ക് എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അവിടെ വാസമുറപ്പിച്ചു. ഒരിക്കൽ സത്രത്തിൽ ഏർപ്പെട്ടിരുന്ന മുനിസംഘത്തിന് കർമ്മകാണ്ഡത്തിലെയും ജ്ഞാനകാണ്ഡത്തിലെയും ഉപദേശങ്ങൾ, തത്വങ്ങൾ വിശദമാക്കിക്കൊണ്ടിരിക്കെ സനകാദി മുനിമാർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷമായി. തത്തത്തം വര ഉപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിതപദ കദാപി ദേവ സത്രസ്തം മുനിനിവഹം ഹിതാനി ശംസന് ഐക്ഷിഷ്ട സനകമുഖാൻ മുനീൻ പുരസ്താത്. പതിനെട്ടാം ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണിന്ന്. 10ാമത്തെ ശ്ലോകം. വിജ്ഞാനം സനകമുഖോദിതം ദധാനഃ സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവി തത്താദൃക് പൃഥുവപുരീശ സത്വരം മേ രോഗൗഖം പ്രശമയ വാതഗേഹവാസിൻ. പൃഥു ചക്രവർത്തി സത്രത്തിലേർപ്പെട്ടിരുന്ന മുനിമാർക്ക് ജ്ഞാനോപദേശം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് സനകാദികൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷരായത്. അവർ പൃഥുവിന് വിജ്ഞാനം നൽകി, ഉപദേശം നൽകി എന്നും അതനുസരിച്ച് അദ്ദേഹം വാനപ്രസ്ഥം സ്വീകരിച്ചുമെന്ന് എന്നാണ് പറയുന്നത്. വാനപ്രസ്ഥനായിരിക്കെ ഭഗവാന്റെ അവതാരമായ അദ്ദേഹം ഭഗവാനിൽ ലയിച്ചു. ഭഗവാനിൽ ലയിച്ചു, മോക്ഷം കിട്ടി എന്നല്ല പറയുന്നത്, ഭഗവാനിൽ ലയിച്ചു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജ്ഞാനം
ആരിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം, അല്ലേ? ഓരോ തരം അറിവ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പം അത് മായാശക്തി കൊണ്ട് മറഞ്ഞു പോകുന്ന ജ്ഞാനത്തെ വീണ്ടും പ്രോജ്വലിപ്പിക്കാൻ സത്സംഗം വേണം. ജ്ഞാനികളായ മുനിസംഘത്തിന് ഉപദേശം ചെയ്യാൻ പോന്ന ജ്ഞാനിയായ പൃഥുചക്രവർത്തിക്ക് സനകാദികളിൽ നിന്നും ജ്ഞാനം സ്വീകരിക്കാനുള്ള താല്പര്യവും ഉണ്ടായി, അല്ലേ? അല്ലെങ്കിൽ അതിന് അദ്ദേഹം സന്നദ്ധനായി. ഞാനാണ് സർവജ്ഞൻ എന്ന് പറഞ്ഞിരുന്നില്ല. സനകാദി മുനികളിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം കൂടി അദ്ദേഹം സ്വീകരിച്ചു. സർവജ്ഞനും സർവവ്യാപിയും സർവഗുരുക്കന്മാർക്കും ഗുരുവുമായ അവിടുന്ന് വിഷ്ണു ഭഗവാൻ തൻ്റെ ഭക്തരായ സനകാദികളിൽ നിന്ന് ജ്ഞാനോപദേശം സ്വീകരിക്കുന്നു. അപ്പം നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ? ആരിൽ നിന്ന് വേണമെങ്കിലും ഉപദേശം, നമുക്ക് നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കാം. ജ്ഞാനത്തിൻ്റെ അതിരുകളില്ലാത്ത വ്യാപ്തിയും അത് ആരിൽ നിന്നും സ്വീകരിക്കാവുന്നതാണെന്ന സത്യവും ഭഗവാൻ സ്വന്തം പ്രവൃത്തിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഇപ്രകാരമുള്ള ഭഗവാന് എല്ലാ രോഗങ്ങളും ശമിപ്പിക്കുക എന്നത് വളരെ നിസ്സാരമായ കാര്യമാണ്, അല്ലേ? ഭട്ടതിരി എപ്പോഴും അവസാനം പറയുന്ന അവിടെ കൊണ്ട് എത്തിക്കുക അദ്ദേഹം, അല്ലേ? എൻ്റെ ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങളെയും ദുഃഖങ്ങളെയും അവിടുന്ന് വേഗം തന്നെ നശിപ്പിക്കണമേ കൃഷ്ണ ഗുരുവായൂരപ്പ. വിജ്ഞാനം സനകമുഖോദിതം ദധാനഃ സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവി തത്താദൃക് പൃഥുവപുരീശ സത്വരം മേ രോഗൗഖം പ്രശമയ ബാധഗേഹവാസിൻ.